അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണവീടെന്നുള്ളത് അത് ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഇടമായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ആര് എന്തു പറഞ്ഞാലും ആ കുടുംബക്കാർ അത് മയ്യത്തിന് ഉപകാരപ്പെടുന്നതാണ് എന്ന് കരുതി അത് ചെയ്തു വരുന്ന രീതിയുണ്ടാകും. ഈ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് ധാരാളം അനാചാരങ്ങൾ മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. മരണമെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ നിന്നുള്ള നമ്മുടെ യാത്രയാണ്. ദാറുൽ അമലാണ് ദുനിയാവ്. ഇത് അമലിന്റെ ലോകമാണ്. ഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ് വഗദൻ ഹിസാബുൻ വലാ അമൽ. ദുനിയാവിൽ അമലാണ്, ഹിസാബില്ല, വിചാരണയില്ല. ഈ അമലിന്റെ ലോകത്ത് നിന്ന് ബർസഖിലേക്കുള്ള യാത്രയാണ് മരണം. ബർസഖിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അമലില്ല. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ചുകൊണ്ടുള്ള അനുഭവങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നവർ ഈ ദുനിയാവിൽ പ്രവർത്തിക്കണം. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യൻ ഈ ദുനിയാവിലേക്ക് തിരിച്ചു വരികയില്ല. മരണപ്പെടുന്നതോടുകൂടെ ഈ ദുനിയാവുമായുള്ള ബന്ധം കഴിഞ്ഞു. പിന്നീട് ഈ ദുനിയാവിലേക്ക് വരാനോ, ചില ആളുകളൊക്കെ പറയുന്നത് പോലെ ഷെയ്ഖുമാർ അവര് വരും, അവരിടപെടും, അവരറിയും, അവരെ സഹായിക്കും, അങ്ങനെ ഒരു ഏർപ്പാടില്ല. മരണപ്പെട്ട മനുഷ്യൻ പിന്നീട് ഈ ദുനിയാവിലേക്ക് തിരിച്ചു വരികയില്ല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. മറയിടപ്പെട്ടു കഴിഞ്ഞു. ബർസഖിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട മനുഷ്യന് മറയിട്ടു. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ ദുനിയാവിലേക്ക് തിരിച്ചു വരികയില്ല. ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു വിഷയം, ധാരാളം ആചാരങ്ങൾ മയ്യത്തിന് ഉപകാരപ്പെടും, മരണപ്പെട്ട വ്യക്തിക്ക് ഉപകാരപ്പെടും എന്ന പേരിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യത്ത് എടുക്കുന്നതുവരെ പരിശുദ്ധ ഖുർആൻ ആളുകൾ ആ മയ്യത്തിന്റെ അരികിലിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. 70,000 ദിക്റുകൾ, 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ്, 1000 തവണ സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ തന്നെ അവിടെ പങ്കാളികളായ ആളുകളെല്ലാം ഒരു 100 സൂറത്തുൽ ഇഖ്ലാസ് അദ്ദേഹത്തിന് വേണ്ടി പാരായണം ചെയ്യുക. അങ്ങനെ ഓരോ നാട്ടിലും അവിടെയുള്ള ഉസ്താദുമാർക്കനുസരിച്ചുകൊണ്ട് അതിന്റെ എണ്ണത്തിലും വണ്ണത്തിലും മാറ്റമുണ്ടാകും. പല രൂപത്തിലുള്ള ആചാരങ്ങളാണ് ഓരോ നാട്ടിലും നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബാക്കളോ അങ്ങനെ ഒരു ചര്യ നമുക്ക് കാണിച്ചു നൽകിയിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ മരണം നടന്നിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അല്ലാത്ത മക്കളെല്ലാം അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോഴാണ് മരണപ്പെടുന്നത്. ഏതെങ്കിലും ഒരു മകന്റെ മരണ ദിവസം അങ്ങനെ ഒരു ഖുർആൻ പാരായണം അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു നൽകിയിട്ടില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ഒരാൾ ദീനിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആചാരങ്ങളുമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിധത്തിലും ഇടപെടുക സാധ്യമല്ല. ചില ആളുകൾ പറയും, ഇതാ ഉമ്മാനോട് സ്നേഹമില്ല, ഇതൊക്കെ ചെയ്യലാണ് മാതാപിതാക്കളോടുള്ള സ്നേഹം എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ചെയ്താലേ അവരോട് സ്നേഹമാകൂ. നമുക്ക് ഏറ്റവും കൂറ് സുന്നത്തിനോടാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എങ്ങനെ കാണിച്ചു തന്നു, അതിനപ്പുറത്തേക്ക് ജീവിതത്തിന്റെ ഒരു മേഖലയിലും നമുക്ക് സഞ്ചരിക്കുക സാധ്യമല്ല.
മാതാപിതാക്കളുടെ വസിയ്യത്ത് ഉണ്ടെങ്കിൽ, ചിലർ പറയും ഉമ്മാന്റെ വസിയ്യത്താണ്, വസിയ്യത്ത് ശരീഅത്തിനെതിരായി പാടില്ല. മരിക്കാൻ നേരത്ത് ഉമ്മ വസിയ്യത്ത് ചെയ്യാണ്, എന്റെ സ്വത്ത് മുഴുവൻ ഞാനിതാ വസിയ്യത്ത് ചെയ്തിരിക്കുന്നു, ഒരു പള്ളിക്ക് വേണ്ടി, ഒരു മദ്രസക്ക് വേണ്ടി സ്വത്ത് മുഴുവൻ വസിയ്യത്ത് ചെയ്തിരിക്കുന്നു. ആ വസിയ്യത്ത് ഇസ്ലാമിൽ അനുവദനീയമല്ല. കാരണം സ്വത്തിന്റെ 1/3 വസിയ്യത്ത് ചെയ്യാൻ പാടില്ല. ആ വസിയ്യത്ത് ശരീഅത്തിനെതിരാണ്, ദീനിനെതിരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വസിയ്യത്തുണ്ടെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഇതുപോലെയുള്ള പുത്തനാചാരങ്ങൾ ചെയ്യാൻ വസിയ്യത്തുണ്ടെങ്കിൽ ദീനുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പിറകെ പോകേണ്ട ആവശ്യമില്ല. കാരണം സുന്നത്തനുസരിച്ചുകൊണ്ടാണ് ഏത് വിഷയത്തിലും നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഇത്തരം ആചാരങ്ങൾ വരുന്നത്? പലപ്പോഴും നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 8 മണിക്കൂറും 10 മണിക്കൂറും കഴിഞ്ഞിട്ടാണ് മയ്യത്തെടുക്കുക. അപ്പൊ അതുവരെ എന്തെങ്കിലും വേണമല്ലോ. എന്നാ കുറച്ച് ഖുർആൻ ഓതാം, 2 ആളെ ഒരു ഖത്മ തീർക്കാൻ ഏൽപ്പിക്കാം. അങ്ങനെയാണ് പലപ്പോഴും ഇതുപോലെയുള്ള ഓരോ പുതിയ ആചാരങ്ങൾ തുടങ്ങി വെക്കുന്നത്. റസൂലുള്ളാഹിയുടെ സുന്നത്ത് അസ്രിഉ ബിൽ ജനാസ, നിങ്ങൾ വേഗത്തിലാക്കണമെന്നാണ്. മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യത്ത് കുളിപ്പിക്കൽ, മയ്യത്ത് മറമാടൽ, അത്തരം കാര്യങ്ങളെല്ലാം വേഗത്തിലാക്കണം. ആരെയും കാത്തു നിൽക്കേണ്ടതില്ല. മഹാനായ നാസറുദ്ദീൻ അൽബാനി റഹ്മഹുല്ല, അദ്ദേഹം മഗ്രിബിനാണ് മരണപ്പെടുന്നത്. ഇശാഇന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് അദ്ദേഹത്തെ മറവ് ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ എവിടെയാണോ മരണപ്പെട്ടത് അവിടെയാണ് മറവ് ചെയ്യേണ്ടത്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പയും അമ്മാവനും 2 പേരും ഉഹദിൽ ഷഹീദായി. 2 പേരും ഉഹദിൽ ഷഹീദായി. ഉമ്മയും ഉഹദിലുണ്ട്. ഉമ്മ ഉഹദിൽ മുസ്ലിമീങ്ങളെ സഹായിക്കാൻ വേണ്ടി അവരും യുദ്ധഭൂമിയിലുണ്ട്. ഒരു ഒട്ടകപ്പുറത്ത് 2 മയ്യത്തും ചുമന്ന് മദീനയിലേക്ക് വരുമ്പോഴാണ് സ്വഹാബികളെ ചോദിക്കുന്നത്, എവിടേക്കാണ് പോകുന്നത്? മദീനയിലേക്കാണ് പോകുന്നത്. എന്തിന്? മറവ് ചെയ്യാൻ. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെതിരല്ലേ? ഒരാൾ എവിടെയാണോ മരണപ്പെട്ടത് അവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഉടനെ അവർ ഉഹദിലേക്ക് തിരിച്ചു പോവുകയും അവിടെ മറവ് ചെയ്യുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ മയ്യത്ത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ ആ കർമ്മങ്ങൾ ചെയ്യുക. അതിനിടയിൽ അവിടെ ഒരു ഖുർആൻ പാരായണമോ, അവിടെ ആളുകൾ കൂടി ഒരു പ്രത്യേക പ്രാർത്ഥനയോ, ഏതെങ്കിലും സൂറത്തുകൾ പ്രത്യേക എണ്ണം നിശ്ചയിച്ചുകൊണ്ടുള്ള ചൊല്ലലോ അതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുപോലെ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ഒരു ഏർപ്പാടാണ്, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ മരണം വിളിച്ചു പറയുന്ന ചില ആളുകളുണ്ട്. അവരെ ടെൻഡർ ഏൽപ്പിക്കും. അവരൊട്ടകപ്പുറത്ത് മദീനയിലേക്ക് വരും. പട്ടണത്തിലേക്ക് വന്ന് ആദ്യം ഈ മനുഷ്യൻ അയാളുടെ മരണവാർത്ത ഉച്ചത്തിൽ അറിയിക്കും. അതിനുശേഷം ഒട്ടകപ്പുറത്തിരുന്നുകൊണ്ട് ഇവർ കരയാൻ തുടങ്ങും. ആളുകളുടെ സമ്പത്തിനും അവരുടെ തറവാടിനും അനുസരിച്ചുകൊണ്ട് ഈ ഒട്ടകങ്ങളുടെ എണ്ണം കൂടും. 10 ഒട്ടകവും 15 ഒട്ടകവും അങ്ങനെ എണ്ണപ്പെരുപ്പം ഉണ്ടായിരിക്കും. ആ കരയുന്ന ദിവസത്തിന്റെയും നീളം കൂടും. വലിയ തറവാടി മരിച്ചാൽ 1, 2, 3, 4 ദിവസം അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊരു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മയ്യത്ത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അറിയിക്കുന്ന രീതിയായിരുന്നു. അതിനോട് സമാനമായ രൂപത്തിൽ നമ്മുടെ നാട്ടിലും മരണവാർത്ത അറിയിക്കുന്ന രീതിയുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് തൊട്ടടുത്തുള്ള സൗണ്ട് സിസ്റ്റം ഉള്ള അത്തരം ഷോപ്പുകളിലേക്ക് ചെന്നുകൊണ്ടാണ് ഒരാളെ ഏൽപ്പിക്കാൻ, ഒരു വാഹനം ഏൽപ്പിച്ച് റൂട്ട് മാപ്പ് കൊടുക്കാൻ. ഇന്ന റൂട്ടുകളിലൊക്കെ എത്തണം, ഏറ്റവും നല്ല സൗണ്ട് വേണം, നന്നായി അനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം. എന്നിട്ട് വ്യസന സമേതം ഇതാ ഞങ്ങൾ മരണവാർത്ത അറിയിക്കുന്നു എന്ന് പറഞ്ഞ് നാട് നീളെ മരണവാർത്ത വിളിച്ചു പറയുന്ന രീതി അത് സുന്നത്തിനോട് യോജിച്ചതല്ല. എന്നാൽ ഒരാൾ മരണപ്പെട്ടത് അറിയിക്കാം, ഒരു പ്രത്യേകമായ രീതി, ആ ജാഹിലിയ രീതിയെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ അങ്ങാടികളിലൂടെ വഴിയോരങ്ങളിലൂടെ മുഴുവൻ മരണവാർത്ത വിളിച്ചു പറയുന്ന രീതി ശരിയല്ല. എന്നാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശി മരണപ്പെട്ടു, സ്വഹാബികളെ വിളിച്ചുകൊണ്ട് അറിയിച്ചു, ഇതാ നിങ്ങളുടെ സഹോദരനായ ഒരാൾ അബസീനിയയിൽ എത്യോപ്യയിൽ മരണപ്പെട്ടിട്ടുണ്ട്. പള്ളി അടിച്ചുവായിരുന്ന ഒരു സ്ത്രീ, അവർ മരണപ്പെട്ടു. റസൂലുള്ളാഹി ചോദിച്ചു, എന്തേ നിങ്ങൾ അറിയിക്കാതിരുന്നത്? നമുക്ക് പരസ്പരം മരണവാർത്തകൾ അറിയിക്കാം എന്നതല്ലാതെ പ്രത്യേകമായി വാഹനമെടുത്ത് സൗണ്ട് സിസ്റ്റം എടുത്തുകൊണ്ട് അങ്ങാടികളിലൂടെ മരണവാർത്ത വിളിച്ചു പറഞ്ഞു പോകുന്ന രീതി, അത് പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കലും മയ്യത്ത് ആ മറവ് ചെയ്യലും അതിലൊക്കെ ഒരുപാട് കെട്ടിക്കൊടുക്കുകൾ ഇന്ന് പലപ്പോഴും ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ശരിയായാലേ
മയ്യത്ത് കുളിപ്പിക്കൽ ശരിയാകൂ എന്ന രൂപത്തിലാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരീരം മുഴുവൻ ആ വെള്ളം തട്ടിയാൽ അതിന്റെ നിർബന്ധ ബാധ്യത കഴിഞ്ഞു. നമ്മൾ ജനാബത്ത് കുളിക്കുകയാണെങ്കിൽ തന്നെ ഒരു ജനാബത്ത് കുളിയിൽ ഒരാൾ ഷവർ തുറന്ന് അതിന്റെ താഴെ നിന്നു, ഞാൻ ജനാബത്തിൽ നിന്ന് ശുദ്ധിയാകുന്നു എന്ന നിയ്യത്തിൽ അയാളുടെ ശരീരം മുഴുവൻ നനഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായ ജനാബത്ത് കുളി കഴിഞ്ഞു, അയാൾ ജനാബത്തിൽ നിന്ന് ശുദ്ധിയായി. എന്നാൽ അതിന്റെ ഒരു കാമിലായ പൂർണ്ണമായ രൂപം അത് റസൂലുള്ളാഹിയിൽ ഹദീസുകൾ നമുക്ക് വേറെയും കാണാൻ കഴിയും. അതിന്റെ അർത്ഥം അങ്ങനെ ചെയ്താൽ മാത്രമേ ശുദ്ധിയാകൂ എന്നല്ല. മയ്യത്ത് കുളിപ്പിക്കുന്ന വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. മുഴുവൻ ഭാഗങ്ങളിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അത് ഉസൽ കുളിയായി കഴിഞ്ഞു, കുളിയായി പരിഗണിക്കും. അതുപോലെ തന്നെ മറവ് ചെയ്യുന്നതിലും മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി എങ്ങനെയാണ് മറവ് ചെയ്തത്? എടുത്തൊരു തുണി മാത്രമാണുള്ളത്, ധരിച്ച ഒരു തുണി മാത്രമാണുള്ളത്. തുണി തികയാതെ വന്നപ്പോ ഇതാ പുല്ല് കെട്ടി, ബാക്കി ഭാഗം നിങ്ങൾ കാലിൽ പുല്ല് കെട്ടിയിട്ട് മറവ് ചെയ്യണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദമായ രൂപങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഏതായിരുന്നാലും ഇത് നമുക്കാർക്കും പഠിക്കാൻ കഴിയാത്ത, ഏതെങ്കിലും ഒരാൾ വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന രൂപത്തിലുള്ള ഒന്നല്ല മയ്യത്ത് കുളിപ്പിക്കലും മയ്യത്ത് മറവ് ചെയ്യലും അത്തരം കാര്യങ്ങളുമൊക്കെ. ഒരാൾ മാത്രമുണ്ടെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കാൻ കഴിയും, മയ്യത്ത് മറവ് ചെയ്യാൻ കഴിയും, മയ്യത്ത് നമസ്കാരം എന്ന ബാധ്യതയും കൂടും. അല്ലാതെ ഇത് ഒരുപാട് ആളുകൾ ചേർന്ന് ഒരുപാട് സങ്കീർണതകൾ, കുറെ പിന്നെ കലം വേണം, ഒന്നിൽ ചുടുവെള്ളം വേണം, ഒന്നിൽ കർപ്പൂരം വേണം, ഇതെല്ലാം കൂടെ വെച്ച് എങ്കിലേ മയ്യത്ത് കുളിപ്പിക്കലാകൂ എന്നാണ് പലപ്പോഴും ആളുകൾ ധരിച്ചിട്ടുള്ളത്. ചുടുവെള്ളം അത് പ്രത്യേകം സുന്നത്തായി ഹദീസുകൾ വന്നതൊന്നുമല്ല. നമ്മുടെ ശരീരത്തിൽ ചളി കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ചളി പോകാനാണ് ചുടുവെള്ളം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ശരീരം കുറച്ചു കഴിഞ്ഞാൽ തണുത്തുറച്ചു പോകും, അപ്പൊ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പ്രയാസമായിരിക്കും. ആ ശരീരഭാഗങ്ങൾ അത് കുറച്ചൊന്ന് നിവർന്നു കിട്ടാൻ അതിനാണ് ചുടുവെള്ളം ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ചില ഉസ്താദുമാര് വരും, എന്നിട്ട് ആ മീസാൻ കല്ലിന്റെ അരികിലിരുന്നു കൊണ്ട് പിന്നീട് ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന ഏർപ്പാട്, തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുക എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാം. നോക്കൂ പ്രിയമുള്ള സഹോദര, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ എത്രയെത്ര മരണങ്ങൾ നടന്നു, എത്രയെത്ര യുദ്ധങ്ങൾ, എത്രയെത്ര സ്വഹാബാക്കൾ. ആ റസൂലുള്ളാഹിക്ക് സ്വഹാബാക്കളോട് സ്നേഹമുണ്ടായിരുന്നില്ലേ? അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ? നമ്മുടെ നാട്ടിൽ തങ്ങന്മാരാണെങ്കിൽ അവരുടെ നസബ് ഒരു പേപ്പറിൽ എഴുതി ഖബറിലേക്ക് ഇറക്കി വെക്കും. ഇതാ ഇന്ന ആളാണ്, അദ്ദേഹത്തിന്റെ ഉപ്പ ഇന്നയാൾ, അയാളുടെ ഉപ്പ ഇന്നയാൾ, അങ്ങനെ റസൂലുള്ളാഹി വരെയുള്ള അയാളുടെ കുടുംബ പരമ്പര. ഇപ്പൊ മലക്കുകൾ ആ പരമ്പര കണ്ടല്ലോ, ഇത് നബിയിലേക്ക് എത്തുന്ന പരമ്പരയാണ്, അതുകൊണ്ട് ഖബറിൽ പ്രയാസപ്പെടുത്താൻ പാടില്ല. ത്വരീഖത്തുകാരാണെങ്കിൽ ഇന്ന ഷെയ്ഖ്, ആ ഷെയ്ഖിന്റെ ഷെയ്ഖ് ഇന്നയാൾ, അവസാനം ഇതാ മുഹിയുദ്ദീൻ ഷെയ്ഖ് വരെ, റിഫായി ഷെയ്ഖ് വരെയുള്ള പരമ്പര എഴുതി അത് ഖബറിലേക്ക് വെക്കും. ഇതാണ് ത്വരീഖത്തിന്റെ ഏർപ്പാട്. സാധാരണക്കാരനാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ അരികിൽ വന്നിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ. എന്താണ് നമ്മൾ ഖബറിനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഖുത്ബ നടത്തുന്നു, വിഷയം ഖബറാണ്. ഖുത്ബ കഴിഞ്ഞ് സ്വഹാബാക്കൾ തിരിച്ചു പോകുന്നില്ല, സ്വഹാബാക്കൾ അവിടെ ഇരിക്കുന്നു. കാരണം ഖബറിന്റെ ഭീകരതയാലോചിച്ച്, ഖബറിന്റെ പ്രയാസമാലോചിച്ച് തിരിച്ചവർക്ക് അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങാനുള്ള ചിത്രം പോലും, ചിന്തകൾ പോലും അവരുടെ മനസ്സിലില്ല. അത്ര ഭീകരമാണ് ഖബർ. അതേതെങ്കിലും ഒരു കോപ്പിയടി കൊണ്ട്, ഒരു പേപ്പർ നോക്കി അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കരുത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങൾ ഖബറുമായി ബന്ധപ്പെട്ട് വിരോധിച്ചതുണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. റസൂലുള്ളാഹി വിരോധിച്ചതെല്ലാം നമ്മുടെ നാട്ടിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. നഹാ റസൂലുള്ളാഹി അൻ യുജസ്സസൽ ഖബർ, അല്ലാഹുവിന്റെ റസൂൽ ഖബറിൽ കുമ്മായമിടൽ അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചു. ഖബറിൽ കുമ്മായമിടരുത്. ഖബർ കെട്ടിപ്പൊക്കി പച്ചപൂശി, ചിലയിടങ്ങളിൽ ചുവന്ന നിറം പൂശി, പല വർണ്ണങ്ങൾ പൂശി, അതിന് മുകളിൽ പട്ടുവിരിച്ച് എത്രയെത്ര ഖബറുകളാണ് നമ്മുടെ നാട്ടിൽ. ഖബറിന്മേൽ കുമ്മായമിടുന്നത് അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചു. വയുഖദ അലൈഹി, ഖബറിന്മേൽ ഇരിക്കരുത്. ചില നാടുകളിൽ കത്തപ്പുര എന്ന് പറയും. ഖബറിന്റെ മുകളിൽ ഒരു വീടുണ്ടാക്കി അതിന്റെ മുകളിൽ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. 40 ഖത്തം നേർച്ചയാക്കിയവർ, 1 ഖത്തം നേർച്ചയാക്കിയവർ ഖബറിന്റെ മുകളിൽ
പെരകെട്ടിയുണ്ടാക്കി അതിന്റെ മുകളിൽ നിന്ന് ഖുർആൻ ഓതുന്നു. വയുബ്ന അലൈഹി, ഖബറിന്മേൽ ഇടുപ്പുണ്ടാക്കരുത്. സാധാരണക്കാരന്റെ ഖബർ പോലും ഇന്ന് മോടി കൂട്ടുകയാണ്. മദ്ഹബിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ആ ഖബർ കുടിക്കാനെടുത്ത മണ്ണല്ലാത്ത മറ്റു മണ്ണ് ഉപയോഗിക്കുന്നത് പോലും നമ്മുടെ മുൻഗാമികൾ അവരിഷ്ടപ്പെട്ടില്ല. ഇന്ന് പ്രത്യേകം മണ്ണ് കൊണ്ടുവന്നിറക്കാൻ, എന്നിട്ട് അതിനു ചുറ്റും പ്രത്യേകമായ കല്ലുകൾ വെച്ച് കെട്ടി, ഉപ്പാന്റെ ഖബറല്ലേ, കുറച്ച് ഒരു ബഹുമാനാകാം, ഒരു ആദരവാകാം എന്ന് കരുതി ആ ആദരവിന്റെ പേരിൽ, ബഹുമാനത്തിന്റെ പേരിൽ ഖബർ അത് അലങ്കരിച്ച് പല രൂപത്തിലേക്ക് മാറ്റുന്നു. റസൂലുള്ളാഹിയുടെ കാലത്ത് ഖബർ എങ്ങനെയാണ്? പ്രത്യേകമായ മീസാൻ കല്ലുണ്ടോ? ഖബറാണെന്ന് തിരിച്ചറിയാൻ ഒരു കല്ല് അവർ നാട്ടി. ഖബറാണെന്ന് തിരിച്ചറിയാൻ ഒരു ഭാഗത്ത് ഒരു മരം, ഒരു ചെറിയ കമ്പ്, അതെന്താണോ ഉള്ളത് അതവര് നാട്ടി. ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു കല്ല് ഇതാ ആളുകൾ ചവിട്ടരുത്, ഒരു ഖബറുണ്ട് എന്ന് മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. ഇന്ന് പ്രത്യേകമായ മീസാൻ കല്ല്, അതിൽ 786. ഈ 786നും ഇസ്ലാമും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? ഇസ്ലാമിൽ അങ്ങനെ 786 എന്ന അക്കത്തിന് പ്രത്യേകമായ ഒരു പുണ്യം എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ആ രണ്ട് ഭാഗത്തും പ്രത്യേകമായ ചെടി കുത്തിവെക്കുന്നു. മയ്യത്ത് കൊണ്ടുപോകുമ്പോ തന്നെ വീട്ടിൽ നിന്ന് നല്ല ചെടി എടുത്തിട്ടാണ് ആളുകൾ പോകുന്നത്. റസൂലുള്ളാഹിയുടെ ചരിത്രത്തിൽ ഒരു തവണയാണ് ആ ഒരു കമ്പെടുത്ത രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അതും മരണപ്പെട്ട് ഖബറിന്റെ നിർമ്മാണത്തിന്റെ വേളയിലല്ല, ഒരു യാത്രയിൽ 2 ഖബറിനരികിലൂടെ റസൂലുള്ളാഹി നടന്നുപോയി. സ്വഹാബികളോട് പറഞ്ഞു, ഇതാ ഈ 2 പേർ ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ഒരാൾ നമീമത്ത് പറഞ്ഞ മനുഷ്യനാണ്, രണ്ടാമത്തെയാൾ മലമൂത്ര വിസർജനം നടത്തി ശുദ്ധീകരിക്കുന്നതിൽ വീഴ്ച വന്ന വ്യക്തിയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരു ഈത്തപ്പനയുടെ മട്ടലെടുത്ത് അത് 2ആയി ഭാഗിച്ച് അത് പ്രവാചകൻ ആ ഖബറിന്റെ അരികിൽ കുത്തിവെച്ചു, ഒരു ചെടിയുമല്ല. എന്നിട്ട് പറഞ്ഞു, ഒരുപക്ഷേ അവർക്ക് അവരുടെ പാപങ്ങൾ ഇത് കാരണത്താൽ പുറത്തു കൊടുത്തേക്കാം. ആ ഒരു സംഭവമല്ലാതെ ഏത് ഖബറിനരികിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു ചെടി വെച്ചിട്ടുള്ളത്? ബദറിൽ ഷഹീദായവരില്ലേ? ഉഹുദിൽ ഷഹീദായവരില്ലേ? എത്രയെത്ര മരണങ്ങൾ, എത്രയെത്ര ഖബറുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ പ്രവാചകൻ സാക്ഷിയായി നിൽക്കെ സ്വഹാബാക്കൾ അവിടെ ഖബർ കുടിച്ചു. അങ്ങനെ ഒരു സുന്നത്ത് പ്രവാചകൻ പഠിപ്പിച്ചു നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ഔ യുക്തബ അലൈഹി, ഖബറിന്മേൽ എഴുതുന്നത്, പേരെഴുതി വെക്കാൻ, പേരും ജനനത്തീയതിയും മരണത്തീയതിയും എല്ലാം ഖബറിന്മേൽ കൊത്തിവെക്കുന്നു. തറവാടിന്റെ പേര് കൊത്തിവെക്കുന്നു. ഒരു ചന്ദ്രക്കല, ഒരു നക്ഷത്രം, ഇതൊക്കെ ആരാണ് നമ്മളെ പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ റസൂൽ ശക്തമായി വിരോധിച്ച കാര്യങ്ങളാണ്. ഖബറിന്മേൽ ചവിട്ടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. ഈ 5 കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഖബറുകളെ പ്രത്യേകമായി ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് സുജൂദ് ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന മിൻ ശിറാറിന്നാസ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും ഏറ്റവും ശർറായവർ, ഈ തലമുറകൾ മുഴുവൻ എടുത്താൽ അതിലെ ഏറ്റവും ശർറായവർ മയ്യുദിരികുഹു സ്സാഅ വഹും അഹ്യ, ലോകാവസാനം സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരാണ്. ഓരോ തലമുറയും അപകടങ്ങളിലേക്കാണ് പോവുക. ഈ തലമുറയേക്കാൾ കൂടുതൽ അപകടങ്ങൾ, പിഴവുകൾ അടുത്ത തലമുറയിൽ ഉണ്ടാകും. ലോകാവസാനത്തെ കണ്ടുമുട്ടുന്ന ആ തലമുറ അവരായിരിക്കും ഏറ്റവും ഷർറിലുള്ളവർ. രണ്ടാമതെന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? വമൻ യത്തഖിദുൽ ഖുബൂറ മസാജിദ, ഖബറുകളെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കി മാറ്റുന്നവർ. എത്രയെത്ര ഖബറുകളിലാണ് സുജൂദ് നടക്കുന്നത്? ഏതെങ്കിലും ഒരു തങ്ങൾ മരണപ്പെടുമ്പോഴേക്കും അവിടെ കെട്ടിപ്പൊക്കി അവിടെ സുജൂദ് ചെയ്യുന്ന ഈ ഉമ്മത്ത്, പ്രിയമുള്ളവരെ, അവരാണ് ഏറ്റവും വലിയ ഷർറിലുള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറവ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരു തുണി മുകളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കാണാൻ കഴിയും. അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അടിസ്ഥാനമുണ്ട്. ചില താബികൾ അത് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അവർ ചെയ്തത്? സ്ത്രീകളുടെ മയ്യത്ത് ഇറക്കി വെക്കുമ്പോ, സ്ത്രീകളുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ താബികളിൽ നമുക്കങ്ങനെ ചെയ്തത് കാണാൻ കഴിയും. ഇന്നത്തെ കാലെല്ലാം പരിമിതമായ തുണികളാണ്. ആ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ തുണി കീറാം, തുണി നീങ്ങിപ്പോകാം. അവരുടെ ഔറത്ത്, ശരീരഭാഗങ്ങൾ അത് വെളിവാകാതിരിക്കാൻ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ആ മയ്യത്തിനോട് ചേർത്ത് അവർ തുണി പിടിച്ചിരുന്നു.
അത്രയും ദാരിദ്ര്യത്തിലും പ്രയാസങ്ങളിലുമാണ് ആ കാലഘട്ടം കഴിഞ്ഞുപോയത്. അത് സ്ത്രീകളുടെ മയ്യത്തിറക്കി വെക്കുമ്പോൾ അന്ന് ചെയ്ത രീതിയാണ്. ഇന്ന് നമ്മൾ അതെല്ലാം ഒരു ആചാരമായി ഇന്ന് നമ്മൾ ചെയ്യുന്നതോ എല്ലാവരും കൂടെ തുണി പിടിച്ച് എന്നിട്ട് അതിന്റെ താഴെ നിന്ന് എല്ലാവരും ഖബറിലേക്ക് നോക്കി നിൽക്കാൻ. ഇതൊരു പ്രത്യേകമായ ആചാരമായി അതാരെങ്കിലും മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഒരു വലിയ സുന്നത്ത് നഷ്ടപ്പെടുത്തി എന്ന രൂപത്തിലാണ് പലപ്പോഴും ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച രൂപത്തിൽ ഏത് അമലുകളും ആ രൂപത്തിലേക്ക് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അവനെ സൂക്ഷിക്കുന്ന, അവനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.